Hi, hello, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സയൻസ് ബേസ്ഡ് എക്സാമുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫിസിക്സിലെ ചലനം എന്ന് പറഞ്ഞ 2-3 ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിലെ അടുത്ത ഭാഗമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. എന്താണ് ത്വരണം? ഒരു യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ത്വരണം. ഒരു യൂണിറ്റ് സമയത്തിൽ പ്രവേഗം വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അല്ലേ, ചലിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ, പ്രവേഗമാറ്റം ബൈ സമയമായിരിക്കും. ഈ പ്രവേഗമാറ്റം എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ നോക്കിക്കേ, v-u/t, അതായത് യു ആണ് എന്ത്? ഇനീഷ്യൽ പോയിന്റ്, വി ഫൈനൽ, ദെൻ ടി ടൈമാണ്. ഇവിടെ ഫൈനൽ പോയിന്റ് ഇനീഷ്യൽ പോയിന്റിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിലാണ് വരുന്നത് അല്ലേ. ഫൈനൽ പോയിന്റ് അതായത് വി ഈസ് ഗ്രേറ്റർ ദാൻ യു ആണെന്നുണ്ടെങ്കിൽ v-u/t എന്നാണ് വരിക അല്ലേ. അതായത് ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് ബൈ ടൈമാണ് എന്ത് വരുന്നത്? പ്രവേഗമാറ്റം വരുന്നത് v-u ആണ്. സമയം ടൈം ടി വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് വരിക കേട്ടോ. ത്വരണം ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഇതൊരു സദിശ അളവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സദിശ അളവ് എന്ന് പറയുമ്പം എന്താണ്? അവിടെ ഡയറക്ഷന് പ്രാധാന്യമുണ്ട് അല്ലേ. ഒരു യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് പറയുന്നത്. വെലോസിറ്റി, പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. യൂണിറ്റ് സമയത്തിൽ പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. അപ്പോൾ യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഡയറക്ഷന് അല്ലെങ്കിൽ ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു സദിശ അളവാണ്. ഓക്കെ, അടുത്തതാണ് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. ഈ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മന്ദീകരണം എന്ന് പറയുന്നതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അതാണ് ഡിക്ലറേഷൻ. എന്താണ്? ഡിക്ലറേഷൻ. അപ്പോൾ മന്ദീകരണം, റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിക്ലറേഷൻ, ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. നെഗറ്റീവ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞത്? യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റം അല്ലേ. അപ്പോൾ മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു പ്രവേഗമാറ്റം v-u ആണ് വരിക അല്ലേ, വെർ v ഇസ് ഗ്രേറ്റർ ദാൻ u ആണ്. പക്ഷേ ഇവിടെ വരുന്നത് v ലെസ് ദാൻ u ആണ് വരുന്നത്. അതായത് ഫൈനൽ പോയിന്റ് ഇനീഷ്യൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂവിനേക്കാളും കുറവായിട്ടാണ് വരിക. അങ്ങനെ വരുന്ന കേസിലാണ് നമുക്ക് മന്ദീകരണം അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ പ്രവേഗമാറ്റം v-u കുറയുന്ന സന്ദർഭത്തിലെ ത്വരണമാണ് മന്ദീകരണം. അതായത് പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണം ആക്സിലറേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മന്ദീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയും യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. ത്വരണം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സമയത്തിൽ വെലോസിറ്റിക്ക് ഉണ്ടാവുന്ന മാറ്റം അല്ലേ. ഇവിടെ നമ്മൾ പ്രവേഗമാറ്റം പറഞ്ഞത് v-u ആണ്, അവിടെ v ഗ്രേറ്റർ ദാൻ u ആണ് എന്നുണ്ടെങ്കിൽ അല്ലേ. ഇവിടെ മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിട്ടാർഡേഷൻ ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക? v ലെസ് ദാൻ u ആണ് വരിക. അപ്പോൾ പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണമാണ്. പ്രവേഗമാറ്റം കുറയുന്ന സന്ദർഭത്തിലെ ത്വരണമാണ് മന്ദീകരണം. അതിൻ്റെ SI യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ. സമചലനം അഥവാ യൂണിഫോം മോഷൻ. എന്താണ് സമചലനം? തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുക, അതാണ് സമചലനം അല്ലേ. തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്ന അവസ്ഥയിലുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമചലനം അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ടൈം ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഒരു മണിക്കൂർ എടുക്കാം. ഒരു മണിക്കൂറായപ്പം നമ്മൾ 10 മീറ്റർ എടുക്കുക. ഡിസ്റ്റൻസ് മീറ്റർ വെച്ചെടുക്കുമ്പോൾ ഒരു മണിക്കൂറിൽ നമ്മൾ അല്ലെങ്കിൽ കിലോമീറ്റർ എടുക്കാം കേട്ടോ. ഒരു മണിക്കൂറിൽ നമ്മൾ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഓക്കെ, അടുത്ത
ഒരു മണിക്കൂറിൽ നമ്മൾ വീണ്ടും 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അടുത്ത ഒരു മണിക്കൂറിൽ നമ്മൾ വീണ്ടും 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. അപ്പോൾ ഇവിടെ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ XY ഗ്രാഫിൽ നമ്മൾ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുക, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക ആണല്ലോ. ഇവിടെ 10, 1 ഒരു മണിക്കൂറിൽ 10 കിലോമീറ്റർ, ദെൻ 2 മണിക്കൂറിൽ 20 കിലോമീറ്റർ, അങ്ങനെ വെച്ച് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇതല്ല കേട്ടോ, ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ സമചലനത്തിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ഓർത്ത് വെക്കണം കേട്ടോ. യൂണിഫോം മോഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തതാണ് വരുന്നത് അസമചലനം. എന്താ, സമചലനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരമാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ അസമചലനം എന്ന് പറയുന്നത്. സമചലനം എന്ന് പറഞ്ഞാൽ തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുക. അസമചലനം എന്ന് പറഞ്ഞാൽ തുല്യ സമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസമചലനം അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഒരു കർവ്ഡ് ലൈൻ ആയിട്ടാണ് വരിക അല്ലേ. ഇതുപോലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്, ഒരു കർവ്ഡ് ലൈനാണ് വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സമചലനം യൂണിഫോം മോഷനിൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പക്ഷെ അസമചലനം നോൺ യൂണിഫോം മോഷനിൽ എന്തായിരിക്കും, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഒരു കർവ്ഡ് ലൈൻ ആയിരിക്കും. കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തതാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം. ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് അല്ലെ. ഒരു വസ്തു ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അത് മറ്റൊരു വസ്തുവിൽ പോയി തട്ടിയിട്ട് അവിടെ ആ വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊമെന്റം എന്ന് പറയുന്നത്. ഇപ്പോ ഇവിടെ ഒരു ടേബിൾ ആണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഒരു ബോൾ ഉണ്ട്, ഇവിടെ ഒരു ബോൾ ഉണ്ട്. അപ്പൊ ഈ ബോൾ ഇങ്ങനെ ഉരുണ്ടു പോയിട്ട് ചലിച്ചുകൊണ്ട് ഈ ബോളിൽ തട്ടി, അപ്പൊ ഈ ബോൾ അങ്ങോട്ട് തെറിച്ചു പോകും അല്ലെ. അപ്പൊ ഈ ബോള്, അതായത് ഈ വസ്തു ഇവിടെ ഇരിക്കുന്ന മറ്റൊരു വസ്തുവിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം നമ്മൾ P എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. മൊമെന്റം P എന്ന് പറയുന്നത് mv ആണ്. ഇക്വേഷൻ P is equal to mv, അതായത് m is the mass and v is the velocity. m എന്ന് പറയുന്നത് പിണ്ഡവും v എന്ന് പറയുന്നത് പ്രവേഗവുമാണ്. മനസ്സിലായോ? അപ്പോൾ ആക്കത്തിന്റെ ഇക്വേഷൻ എന്താണ്, P is equal to mv ആണ്, where m is the mass and v is the velocity. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് എന്താ വരിക, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത് കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. ഓക്കെ, മാസിന്റെ കിലോഗ്രാം, v മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. ആക്കം മൊമെന്റം എന്താണ്, P is equal to mv, യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ചലിക്കുന്ന വസ്തുക്കൾക്കുള്ള ഒരു പ്രത്യേകതയാണ് ആക്കം എന്ന് പറയുന്നത് കേട്ടോ. നിശ്ചലാവസ്ഥയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെയുള്ള വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊമെന്റം ആക്കം എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുള്ള ഒരു പ്രത്യേകതയാണ് എന്ത്, ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. വസ്തു നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി ഉണ്ടാവുമോ? ഇല്ല, വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ വെലോസിറ്റി 0 ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊമെന്റം എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. അതുകൂടി ശ്രദ്ധിക്കാം. ഇനി മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ മൊമെന്റത്തിന് എന്ത് സംഭവിക്കുന്നു, മാസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊമെന്റം അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യും. അതുകൂടി ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ആക്കത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഉണ്ടാകുന്ന ആഘാതമാണ് ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത്. ഇക്വേഷൻ P is equal to mv ആണ്, വേർ m is the mass അല്ലെങ്കിൽ പിണ്ഡം, v is the velocity അല്ലെങ്കിൽ പ്രവേഗം. യൂണിറ്റ് എന്താണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിൽ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ്, ചലിക്കുന്ന വസ്തുക്കളുടെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ആക്കം അല്ലെങ്കിൽ മൊമെന്റം എന്ന് പറയുന്നത് അല്ലേ. വസ്തു നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൊമെന്റം എന്ത് തന്നെ ആയിരിക്കും, 0 ആയിരിക്കും. ഇനി മാസ് കൂടുമ്പോഴോ അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോഴോ മൊമെന്റത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക, മൊമെന്റവും കൂടും. ഓക്കെ, അത്രയും ആലോചിച്ചിരിക്കുക.
ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരു തോക്ക് എടുത്തിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്ന ബുള്ളറ്റ് ഉണ്ടല്ലോ, ആ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും ബുള്ളറ്റ് നല്ല ആഴ്ന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് അതിലുള്ള ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവിടെ ആഘാതം കൂടുതലാവുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാസ് കൂടുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി കൂടുമ്പോൾ മൊമെൻറ്റം കൂടും എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇപ്പം നമ്മൾ 2 ബോൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്നൊരു മെറ്റൽ ബോളാണ്, ഒന്നൊരു പ്ലാസ്റ്റിക് ബോളാണ്. രണ്ടും നമ്മൾ സെയിം ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇടുകയാണെന്ന് വിചാരിച്ചോ, മണ്ണിലേക്ക് ഇടുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മെറ്റൽ ബോളാണ്, ഇത് പ്ലാസ്റ്റിക് ബോളാണ്. എന്താ ഉണ്ടാവുന്നത്? നമ്മൾ മുകളിൽ നിന്നും നമ്മൾ മെറ്റൽ ബോൾ താഴേക്ക് ഇടുമ്പോൾ നല്ല ഒരു കുഴി പോലെ ആയിട്ട് അത് താഴേക്ക് പോകും അല്ലേ. പക്ഷേ പ്ലാസ്റ്റിക് ബോൾ എന്താ, ചെറിയൊരു രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുന്നുള്ളൂ. മനസ്സിലായോ? അത് മാസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ മാസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ ഒരു മാറ്റം സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ മാസ് കൂടുമ്പോഴും വെലോസിറ്റി കൂടുമ്പോഴും മൊമെൻറ്റം എന്ത് സംഭവിക്കുന്നുണ്ട്? മൊമെൻറ്റം കൂടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. ആക്കത്തിന് എന്തില്ല? ഡയറക്ഷൻ പ്രാധാന്യം ഇല്ല. ആക്കത്തിന് ഡയറക്ഷൻ പ്രാധാന്യം ഇല്ല. ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്. അവിടെ ഡയറക്ഷന് പ്രാധാന്യം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മൊമെൻറ്റത്തിനെ കുറിച്ച് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ്. ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ് എന്ന് പറയുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കുന്ന വലിയ ബലം, അതായത് ഇപ്പോൾ നമ്മൾ ബാറ്റ് കൊണ്ട് പന്തടിച്ച് തെറിപ്പിക്കുക അല്ലേ, കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ വലിയൊരു ബലം പ്രയോഗിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആവേഗം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ബാറ്റ് കൊണ്ട് നമ്മൾ പന്തടിച്ച് തെറിപ്പിക്കുക. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവേഗത്തിൻ്റെ സമവാക്യം എന്തായിരിക്കും? ബലം ഇൻറ്റു സമയം, F ഇൻറ്റു ടി. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു F ഇൻറ്റു ടി ആണ്. യൂണിറ്റ് എന്താ വരിക? ന്യൂട്ടൺ. യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ് കേട്ടോ. NS ന്യൂട്ടൺ സെക്കൻഡ് ആണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ യൂണിറ്റ് വരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗം അല്ലെങ്കിൽ ഇമ്പൾസ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റ് കൊണ്ട് ഒരു പന്ത് അടിച്ച് തെറിപ്പിക്കുക. ഇനി ആവേഗം എന്താണ്? ബലം ഇൻറ്റു സമയമാണ്, അതായത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആവേഗത്തിൽ ചലിക്കുന്ന വസ്തുക്കളുടെ ആക്ക വ്യത്യാസം ആവേഗത്തിന് തുല്യമായിരിക്കും. അതായത് ഒരു വസ്തു ചലിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ആക്ക വ്യത്യാസം അതിൻ്റെ ആവേഗത്തിന് തുല്യമായിരിക്കും എന്നുള്ളതും കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവേഗ ആക്ക തത്വം, അതായത് ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ? ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആവേഗ ആക്ക തത്വം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന വസ്തുക്കളുടെ ആക്ക വ്യത്യാസം ആവേഗത്തിന് തുല്യമായിരിക്കും. ഓക്കെ, അതും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതായത് ആവേഗം എന്ന് പറയുന്നത് ഈക്വൽ ടു ആക്ക വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ F ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു 1/t എന്നാവും. അപ്പോൾ ടൈം കുറയുമ്പോൾ ഫോഴ്സ് കൂടുതലായിരിക്കും. ഓക്കെ, നമ്മളൊരു ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കരാട്ടയിൽ നമ്മളൊരു ബ്രിക്ക് പൊട്ടിക്കുമ്പോൾ ആ സമയത്തൊക്കെ എന്തായിരിക്കും? ടൈം കുറയുമ്പോൾ ഫോഴ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ. ഓക്കെ, നമ്മൾ ഫിസിക്സ് ഒക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യയിലെ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ശ്രദ്ധിക്കുക. ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? നിശ്ചലാവസ്ഥയിലോ നേർരേഖാപാതയിലൂടെയോ ഉള്ള സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്ന് പറയുന്നത്. എന്താണ്? നിശ്ചലാവസ്ഥയിലോ നേർരേഖാപാതയിലൂടെയുള്ള സമചലനത്തിലോ തുടരാനുള്ള പ്രവണതയാണ് ഇനേർഷ്യ. എന്താണ്? എ ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ. ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ആരാണ്? ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ് കേട്ടോ. ജഡത്വ നിയമം കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്, ഓർത്തു വെക്കുക. പിന്നെ മാസ് കൂടുന്ന സമയത്ത് ഇനേർഷ്യയ്ക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? മാസ് കൂടുമ്പം ഇനേർഷ്യയും കൂടുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ജഡത്വം എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ജഡത്വം ഉണ്ട്. എന്താണ്?
ചലന ജഡത്വം അല്ലെങ്കിൽ നിശ്ചല ജഡത്വം. ഇനേർഷ്യ എന്ന് പറയുന്നത് ഇനേർഷ്യ ഓഫ് മോഷനും ഉണ്ട്, ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്ന് പറയുന്നത്. ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ ആണ് ഇനേർഷ്യ ഓഫ് മോഷൻ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അത്ലറ്റ് ഒരു ഓട്ട മത്സരത്തിൽ ഒരു അത്ലറ്റ് ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യും, കുറച്ച് സമയം അങ്ങനെ ഓടും അല്ലേ. അതുപോലെ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ടാണ് വീഴുക ആണല്ലോ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിളാണ്. അതായത് നമ്മൾ ആ കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ചലനാവസ്ഥയ്ക്ക് പെട്ടെന്നുള്ളൊരു മാറ്റം വരുത്താൻ കഴിവില്ലായ്മയെയാണ് നമ്മൾ ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിശ്ചല ജഡത്വം, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അല്ലേ. ചലന ജഡത്വം എന്ന് പറയുമ്പോൾ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ്. നിശ്ചല ജഡത്വം എന്ന് പറയുമ്പോൾ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെയാണ് നമ്മൾ നിശ്ചല ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ റെസ്റ്റിലാണ്. ഓക്കെ, റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ബസ് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ പുറകിലോട്ടിങ്ങനെ നീങ്ങിപ്പോവും അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു മാവ് കുലുക്കുമ്പോൾ അതിലുള്ള മാങ്ങ ഞെട്ടറ്റിട്ട് താഴെ വീഴുക, ഇതൊക്കെ പറയുന്നത് ഇനേർഷ്യ ഓഫ് റെസ്റ്റിന്, അതായത് നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ജഡത്വം. അതിൽ നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൽ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതായത് LDC 2017 LDC ബൈ ട്രാൻസ്ഫറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ഓഫ് ആക്കിയാലും അല്പസമയം കൂടി കറങ്ങുന്നു, എന്താണ് കാരണം എന്നുള്ളത് അല്ലേ. എന്താണ് അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ അല്ലേ. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ചലനാവസ്ഥയെ, ആ കറക്കത്തിന് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചലന ജഡത്വം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ചലന ജഡത്വം ആണ്. അത് LDC 2017 ബൈ ട്രാൻസ്ഫറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചലനം എന്ന് പറഞ്ഞ ഭാഗത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നേരത്തെ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചലനം, നിശ്ചലാവസ്ഥ, അങ്ങനെ ചലനത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പല ചലനങ്ങൾ, നേർരേഖാ ചലനം, വക്രരേഖാ ചലനം, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. LPUP, HSA അതുപോലെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് PSC എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.